ഹായ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. സാധാരണ മുട്ടക്കറിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 ചെറിയ സവാളയാണ് ഞാനിതിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നൈസായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് ഇത് ഒന്ന് നന്നായിട്ട് വഴന്നു വരണം. അപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കണ അത്രയും ടൈമൊന്നും വേണ്ട കേട്ടോ ഇതിന്. മുട്ട പുഴുങ്ങിയെടുക്കേണ്ട ടൈം നമുക്ക് ഇതിന് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ ചെയ്യാതിരിക്കരുത്, ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സവാള ഒരുവിധം ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വളരെ കുറച്ച് മതി കേട്ടോ. ഒരു 3 അല്ലി വെളുത്തുള്ളി മതി ഇത്രയും സവാളക്ക്. അതുപോലെ ഒരു കുഞ്ഞ് പീസ് ഇഞ്ചി, 2 പച്ചമുളക്. ഇതും ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ ഏകദേശം ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. തക്കാളി. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. ഇനി തക്കാളി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ ഇടണം, ഇല്ലെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞ. അപ്പോൾ നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കണേ. ഇനി തീ സിമ്മിലിട്ടിട്ട് അത് കരിഞ്ഞു പോകാതെ ഇങ്ങനെ അത് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുക. ഇനി പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം നമുക്ക് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ഉപ്പ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സിമ്മിലിട്ട ശേഷം നമുക്ക് ഇനി മുട്ട സാവധാനം ഇതിലിങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വട്ടമുള്ളൊരു പാനായിരിക്കണം, എന്നാലാണ് നമുക്ക് ഇതിൻ്റെ സ്പേസ് നീക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു മുട്ടയിൽ മുട്ടാതെ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, അകത്തി. അപ്പോൾ ഞാൻ 5 മുട്ട ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തീ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിനിടയിൽ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 5 മുട്ടയും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. വീണ്ടും 5 മിനിറ്റ് കൂടിയും ഈ സൈഡും കൂടി വേവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. 5 മിനിറ്റ് അത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ മല്ലിയില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ലൈക്കൊക്കെ തന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.